പുഴയോരത്തെ വിജനമായ ആ റിസോർട്ടിൽ ബാൽക്കണിയിൽ അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടർന്ന പുഴയെ നോക്കി ക്രിസ്റ്റി നിൽപ്പുണ്ട്. കാറ് വന്നു നിന്ന ശബ്ദം കേട്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു വക്രമായ ചിരി വിരിഞ്ഞു. ശരണ്യ കാറിൽ നിന്നിറങ്ങി ധൃതിയിൽ അവന്റെ അടുത്തേക്ക് നടന്നു. അവളെ കണ്ടതും ക്രിസ്റ്റി പതിയെ തിരിഞ്ഞു. ആ നോട്ടത്തിൽ ഒരു വേട്ടക്കാരന്റെ കൂർമ്മതയുണ്ടായിരുന്നു. "നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ശരണ്യ." അവന്റെ സ്വരം ഒരു മന്ത്രണം പോലെ അവളിലേക്ക് പടർന്നു. ശരണ്യയുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ തിരതല്ലി. വശ്യമായ അവന്റെ പെരുമാറ്റം പലപ്പോഴും അവളെ തളർത്താറുണ്ട്. എങ്കിലും ഇപ്പോൾ വന്ന കാര്യം മറക്കാൻ അവൾക്കായില്ല. "ക്രിസ്റ്റി, ആ ആധാരം, വില്ലയുടെ ആധാരം എനിക്ക് തിരിച്ചു വേണം. വീട്ടിൽ വലിയ പ്രശ്നമാണ്." വസുദേവൻ അത് തിരഞ്ഞു തുടങ്ങി. "അഗ്നിയുടെ നോട്ടം കണ്ടാൽ എനിക്ക് പേടിയാവുന്നു. പ്ലീസ് അതൊന്ന് തിരിച്ചു തന്നേക്കൂ." ശരണ്യയുടെ വാക്കുകളിൽ ഒരു തരം യാചനയുണ്ടായിരുന്നു. ക്രിസ്റ്റി പതുക്കെ അവൾക്കടുത്തേക്ക് നീങ്ങി. അവന്റെ കൈകൾ അവളുടെ തോളിൽ അമർന്നപ്പോൾ ശരണ്യ ഒന്ന് വിറച്ചു. "ആധാരത്തിന്റെ കാര്യം വിട് ശരണ്യ. നമ്മൾക്കിടയിൽ അതൊക്കെ ഒരു വിഷയമാണോ?" അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവന്റെ സമീപം ശരണ്യയുടെ മനസ്സ് ഒരു നിമിഷം പാളിപ്പോയി. തന്നെ ഇത്രത്തോളം പരിഗണിക്കുന്ന, പ്രണയിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ക്രിസ്റ്റി അവളുടെ ദുർബലമായി മാറിക്കഴിഞ്ഞു. എങ്കിലും ആധാരം കിട്ടാതെ മടങ്ങിയാൽ അത് തന്റെ നാശമാണെന്ന് അവൾക്കറിയാമായിരുന്നു. "പക്ഷേ ക്രിസ്റ്റി, അത് വസുദേവന്റെ പേരിലുള്ളതാണ്. എനിക്കത് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോയി തന്നെ വെക്കേണ്ടതുണ്ട്." ക്രിസ്റ്റിയുടെ ഉള്ളിൽ ആ നിമിഷം പരിഹാസം അണപൊട്ടി. അവൾ ചോദിക്കുന്ന ആധാരം ഇതിനോടകം തന്നെ അവൻ മറ്റൊരു മാഫിയ ഗ്രൂപ്പിന് പണയപ്പെടുത്തി വലിയൊരു തുക കൈക്കലാക്കിയിരുന്നു. അതിനി ഒരിക്കലും അവളുടെ കൈകളിൽ എത്താൻ പോകുന്നില്ല. പക്ഷെ അതിപ്പോൾ അവളോട് പറഞ്ഞ ഈ സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ നഷ്ടപ്പെടുമെന്ന് അവനറിയാം. "നീ പേടിക്കേണ്ട ശരണ്യ. ആധാരം സേഫാണ്. എൻ്റെ ലോക്കറിൽ ഇരിക്കുകയാണ്. കുറച്ച് സാങ്കേതികമായ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന് തരാൻ പറ്റാത്തത്. 2 ദിവസത്തിനുള്ളിൽ അത് നിന്റെ കയ്യിലെത്തും സത്യം." അവൻ അവളുടെ നെറ്റിൽ മൃദുവായി തലോടി കള്ളം പറഞ്ഞു. ശരണ്യ അത് വിശ്വസിച്ചു. അവന്റെ വാക്കുകളെ കപടമായ സ്നേഹത്തിൽ അവളെല്ലാം മറന്നു. ക്രിസ്റ്റി മനസ്സിൽ ചിരിച്ചു. "നീ വെറുമൊരു കളിപ്പാവയാണ് ശരണ്യ. നിന്റെ ഈ തറവാടിന്റെ ഓരോ അണുവും എടുത്ത് ഞാൻ വിൽക്കും. എന്നിട്ട് നിന്നെ ഈ തെരുവിലേക്ക് തന്നെ തള്ളും ഞാൻ." ശരണ്യ അവന്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ അവൾ ഓർക്കുകയായിരുന്നു വീട്ടിലെ അവസ്ഥ. താൻ ഇവിടെ വന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അവൾ. എന്നാൽ താൻ കെട്ടിപ്പൊക്കിയ ഈ കള്ളങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴാൻ തുടങ്ങുകയാണെന്ന് പാവം അവൾ അറിഞ്ഞില്ല. "എനിക്ക് വേഗം ഇറങ്ങണം ക്രിസ്റ്റി. ആരെങ്കിലും കാണുന്നതിന് മുൻപ് തന്നെ തിരികെ കണിമംഗലത്തേക്ക് എത്തേണ്ടതുണ്ട്." അവൾ വേഗം മടക്കയാത്രയ്ക്ക് ഒരുങ്ങി തന്റെ സാരിയെല്ലാം റെഡിയാക്കി. "ശരി, സൂക്ഷിച്ചു പോണം. ആധാരത്തിന്റെ കാര്യം നിനക്ക് എൻ്റെ വാക്കുണ്ട്. അത് ഞാൻ എടുത്തു തരാം." ക്രിസ്റ്റി അവളെ യാത്രയാക്കി. കാർ കണ്ണിൽ നിന്ന് മറഞ്ഞതും അവന്റെ മുഖത്തെ ആ സ്നേഹം പെട്ടെന്ന് ക്രൂരമായി ചിരിയായി മാറി. അവൻ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. "ആ പണി കഴിഞ്ഞു. ആധാരം ഇനി അവൾ സ്വപ്നത്തിൽ പോലും കാണില്ല. അടുത്തത് തറവാടാണ് എൻ്റെ ലക്ഷ്യം." 1 മണിക്കൂർ തികയും മുൻപേ ശരണ്യ കണിമംഗലത്തിലേക്ക് തിരിച്ചെത്തി. മനസ്സിനുള്ളിലെ വിങ്ങലുകൾ മുഖത്ത് പ്രകടമാകാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. അതേസമയം RK ഹോസ്പിറ്റലിലെ തിരക്കേറിയ ഡ്യൂട്ടിക്ക് ശേഷം വസുദേവ് തന്റെ വീട്ടിലിരുന്ന് ഒരു സർജറി റിപ്പോർട്ട് സസൂക്ഷ്മം പരിശോധിക്കുന്നതായിരുന്നു. ശരണ്യയുടെ അച്ഛന്റെ ഉടമസ്ഥതയിലുള്ള ആ ആശുപത്രിയിലെ ഏറ്റവും മികച്ച കാർഡിയോളജിസ്റ്റാണ് ഇപ്പോൾ വസുദേവ്. ശരണ്യ മടങ്ങി വന്നതോടെ വസുദേവ് തന്റെ ജോലിയിൽ അതീവ ശ്രദ്ധ ചെലുത്താനും തുടങ്ങി. സ്വന്തം മകനെ കൺമുന്നിൽ കണ്ടതും അയാൾക്ക് സന്തോഷവുമായി. പഴയതിനേക്കാൾ വലിയൊരു ജനത്തിരക്കിലേക്ക് ഇപ്പോൾ വസുദേവിനെ കാണാൻ പുറത്ത് കാത്തിരിക്കുന്നവരുണ്ട്. അത്രമേൽ ഉത്തരവാദിത്തങ്ങൾ അയാളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ശരണ്യ മുറിയിലേക്ക് കടന്നതും വേഗത്തിൽ ഫാൻ സ്വിച്ച് ഓൺ ചെയ്തു. കറങ്ങിത്തുടങ്ങിയ ഫാനിന്റെ കാറ്റിൽ വസുദേവന്റെ കയ്യിലിരുന്ന ഫയലിൽ നിന്നും ഒരു പേപ്പർ തന്നെ താഴേക്ക് പറന്നു വീണു. വസുദേവ് അതെടുക്കാൻ കൈ നീട്ടുന്നതിന് മുൻപേ ശരണ്യ കുനിഞ്ഞ് ആ പേപ്പർ കയ്യിലെടുത്തു. അവൾ അത് നീട്ടുമ്പോൾ പുരുഷന്മാർ ഉപയോഗിക്കുന്ന കടുപ്പമേറിയ പെർഫ്യൂമിന്റെ ഗന്ധം വസുദേവന്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. അത് ശരണ്യയുടെ ഗന്ധമായിരുന്നില്ല. അയാൾ ഒന്ന് നെറ്റിച്ചുളിച്ചു. പെട്ടെന്ന് അവളുടെ കഴുത്തിലെ ആ ചുവന്ന പാട് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടതും "ഇതെന്താ നിന്റെ കഴുത്തിൽ ഇങ്ങനെയൊരു പാട്?" വസുദേവ് സംശയത്തോടെ ശരണ്യയോടായി ചോദിച്ചു. വസുദേവിന്റെ ചോദ്യം കേട്ടതും ശരണ്യയുടെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. നിമിഷങ്ങൾക്ക് മുമ്പ് ക്രിസ്റ്റിയോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ അവളുടെ ഓർമ്മയിൽ ഒരു മിന്നലാട്ടം പോലെ കടന്നുപോയി.
പരിഭവം മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അത് അത് ഏതോ പ്രാണിയോ മറ്റോ കുത്തിയതാകും. വസു, ഞാനൊന്ന് കുളിച്ചു വരാം, നല്ല വിയർപ്പും ഉണ്ട്. അയാളുടെ കണ്ണുകളിൽ നോക്കാതെ അവൾ വേഗത്തിൽ അവിടെ നിന്നും ഒഴിഞ്ഞുമാറി ബാത്റൂമിലേക്ക് നടന്നു. എന്നാൽ മുകളിലത്തെ നിലയിൽ സീതാലക്ഷ്മിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. സ്വന്തം മരുമകളെ വസുദേവന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവർ. അതിനായുള്ള കരുക്കൾ അവർ ഓരോന്നായി നീക്കിയും തുടങ്ങി. ശരണ്യയും ക്രിസ്റ്റിയും തമ്മിലുള്ള രഹസ്യ സംഭാഷണങ്ങൾ അവരുടെ കാതുകളിലെത്തിയിരുന്നു. പുഴയോരത്തെ വീടിന്റെ ആധാരത്തെക്കുറിച്ച് വസുദേവൻ ചോദിച്ചതും അതിന് ശരണ്യ നൽകിയ അവ്യക്തമായ മറുപടിയും സീതാലക്ഷ്മിയിൽ സംശയത്തിന്റെ കനൽ കൂട്ടി. ഇനി വൈകിക്കൂടാ, അവർ സ്വയം മന്ത്രിച്ചു. ശരണ്യെ ഈ കുടുംബത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള പദ്ധതി എടുക്കാൻ അവർ തന്റെ രഹസ്യ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫോണിന്റെ മറുതലകൾ നീതുവിന്റെ ശബ്ദം കേട്ടപ്പോൾ സീതാലക്ഷ്മിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. വർഷങ്ങൾക്കിപ്പുറവും ആ ശബ്ദത്തിൽ ആത്മബന്ധം മായാതെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ നീതു, നിനക്ക് സുഖമാണോ? ഓ, സുഖമാണ് സീതെ. നിനക്കിപ്പോഴും എന്നെ ഓർമ്മയുണ്ടല്ലേ? നീതുവിന്റെ ശബ്ദത്തിൽ അല്പം അത്ഭുതവും അതിലേറെ സന്തോഷവും നേലിച്ചു. അതെന്താ നീ അങ്ങനെ ഒരു ചോദ്യം? എനിക്ക് എങ്ങനെയാ നിന്നെ മറക്കാൻ പറ്റുക? സീതാലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുശലാന്വേഷങ്ങൾക്കിടയിൽ അവരുടെ മനസ്സ് ലക്ഷ്യത്തിലേക്ക് പതിയെ നീങ്ങി. എവിടെ നിന്റെ മോൾ ദേവശ്രീ? അവൾ അമൃത സഞ്ജീവനി ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റായി ജോലി ചെയ്യുകയാണിപ്പോൾ. തന്റെ മകളുടെ നേട്ടത്തിൽ അഭിമാനത്തെക്കുറിച്ചും നീതു മറുപടി നൽകി. സീതാലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു കണക്കുകൂട്ടൽ നടന്നു. വസുദേവനും കാർഡിയോളജി, ദേവശ്രീയും അതേ മേഖലയിൽ തന്നെ. തന്റെ പദ്ധതി അനുസരിച്ച് കരുക്കൾ നീക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല. വിവാഹം വല്ലതുമായോ അവളുടെ? ഒരു പ്രത്യേക താല്പര്യത്തോടെ അല്പം ആകാംക്ഷയോടെയും സീതാലക്ഷ്മി നിത്യയോടായി ചോദിച്ചു. ഇല്ല സീതെ, എത്ര നിർബന്ധിച്ചിട്ടും പെണ്ണിനിപ്പോൾ വിവാഹം വേണ്ട എന്ന ഒറ്റ വാശിയാണ്. നീതൊരു നെടുവീർപ്പോടെ പറഞ്ഞു. സീതാലക്ഷ്മിക്ക് അത് കേട്ടപ്പോൾ ഉള്ളിലൊരു ആശ്വാസമാണ് തോന്നിയത്. അവർ തന്റെ സ്വരത്തിൽ കുറച്ചധികം സ്നേഹം കലർത്തിക്കൊണ്ട് ചോദിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, അവളോട് കുറച്ച് ദിവസത്തിന് ഇവിടെ കണിമംഗലത്ത് വന്നു നിൽക്കാൻ പറ. നമുക്കെല്ലാവർക്കും ഒന്ന് കാണാനും പറ്റുമല്ലോ. നീതു അല്പനേരമൊന്ന് ആലോചിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഞാൻ പറയാം, പക്ഷെ അവൾ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല സീതെ. അവളുടെ തിരക്കുകൾ നിനക്കറിയാമല്ലോ. നീ നിർബന്ധിച്ചാൽ അവൾ വരും. ഞാൻ കാത്തിരിക്കുകയാണ്, സീതാലക്ഷ്മി പറഞ്ഞു നിർത്തി. ഫോൺ വെക്കുമ്പോൾ സീതാലക്ഷ്മിയുടെ കണ്ണുകൾ ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. ശരണ്യെ വസുദേവന്റെ ജീവിതത്തിൽ നിന്നും പടിയിറക്കാൻ ദേവശ്രീ എന്ന പുതിയൊരു അധ്യായം കണിമംഗലത്ത് എത്തേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. ഓഫീസിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മാളവികയുടെ സിസ്റ്റത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം മുഴങ്ങി. ഫിനിക്സ് എന്ന കമ്പനിയുമായുള്ള നിർണായകമായ മീറ്റിങ്ങിനെ കുറിച്ചുള്ള അറിയിപ്പായിരുന്നു അത്. അവളൊട്ടും വൈകിപ്പിക്കാതെ സിസ്റ്റം തുറന്ന് അവന് മുന്നിലേക്ക് വെച്ചു കൊടുത്തു. വിശദാംശങ്ങൾ കാണിച്ചു കൊടുക്കാനായി അവൾ അവനോട് അല്പം ചേർന്ന് നിന്നപ്പോൾ അവളുടെ മുടികൾ പതിയെ അവന്റെ ചുമലിൽ തട്ടി. വായുവിൽ പടർന്ന ആ ലഹരി പിടിപ്പിക്കുന്ന മുല്ലപ്പൂക്കളുടെ സുഗന്ധം അവൻ ആവോളം ശ്വസിച്ചു. ആ സുഗന്ധത്തിൽ അവൻ ഒരു നിമിഷം തന്നെ മറന്നു നിന്നുപോയി. മാളവികയുടെ ഓരോ ഫയലുകളും അക്കമിട്ട് നിരത്തി ആ പ്രോജക്റ്റിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് അവൾ വാചാലയായി പറയുകയായിരുന്നു. അവളുടെ കണ്ണുകളും ചുണ്ടും മുഖത്തും എല്ലായിടത്തുമാണ് അവന്റെ കണ്ണുകൾ പായുന്നത് തന്നെ. ലാഭനഷ്ടങ്ങളുടെ കണക്കുകളും ഭാവി സാധ്യതകളും അവൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ഒരു തികഞ്ഞ PA ആയി മാറിയിട്ടുണ്ട് അഗ്നിയുടെ. എന്നാൽ അവന്റെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു. അവളുടെ ചലനങ്ങളിലും വാക്കുകളിലും അവൻ അലിഞ്ഞുപോയി. പ്രോജക്റ്റിനേക്കാൾ മനോഹരമായി മറ്റൊന്നിനെ വായിച്ചെടുക്കുകയായിരുന്നു അവന്റെ മിഴികളപ്പോൾ. സാർ, അവർ ഇപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസിന് ആവശ്യപ്പെടുന്നുണ്ട്. പെട്ടെന്നുള്ള അവളുടെ വിളിയിലാണ് താൻ ഇത്രയും നേരം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന ബോധം അവനിലേക്ക് തിരിച്ചെത്തിയത്. ഒരു നിമിഷം അവൻ പതറിപ്പോയെങ്കിലും പെട്ടെന്ന് തന്നെ മുഖത്ത് പഴയ ഗൗരവം വീണ്ടെടുത്തു അവൻ. തന്റെ സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ അവൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. വീഡിയോ കോൺഫറൻസ് ആരംഭിച്ചു. ബിസിനസ് ലോകത്തെ കണിശമായ ചർച്ചകൾക്കൊടുവിൽ ആ മീറ്റിംഗ് തികച്ചും വിജയകരമായി തന്നെ അവസാനിച്ചു. ഗൗരവക്കാരനെ ബോസിനും മിടുക്കിയായ അസിസ്റ്റന്റിനും ഇടയിൽ വാക്കുകൾക്ക് അതീതമായ ഏതോ ഒരു ഭാവം അപ്പോഴും ആ മുറിയിൽ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
കണിമംഗലം ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ ഒന്ന് ഫ്രഷ് ആകാനാണ് മാളവിക വാഷ്റൂമിലേക്ക് നടന്നത്. എന്നാൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൾ കണ്ട കാഴ്ച ഒരു നിമിഷം ശ്വാസം നിലച്ചുപോയി. അവിടെ വിവേകും അഞ്ജലിയും തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി മാളവികയുടെ വരവ് കണ്ട വിവേക് പാതി പതർച്ചയോടെ അഞ്ജലിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളെ മറച്ചു നിന്നു. എന്നാൽ അഞ്ജലി മാളവികയെ കണ്ടിട്ടും ഒരു കുലുക്കവുമില്ലാതെയാണ് നിന്നത്. അവളുടെ കണ്ണുകളിൽ കുറ്റബോധത്തിനു പകരം കത്തുന്ന ദേഷ്യമാണ് ഉണ്ടായിരുന്നത്. എന്താടി, നിനക്ക് കണ്ണു കണ്ടൂടെ? അതോ ചെവിയെ കേൾക്കാത്ത പോലെ കണ്ണും കാണാതായോ ഇങ്ങനെ അന്തം വിട്ട് നീ നോക്കി നിൽക്കാൻ? അഞ്ജലി മാളവികയെ നോക്കി പരുഷമായി ചോദിച്ചു. മാളവിക ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. സ്വന്തം ചേച്ചിയിൽ നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അഞ്ജലി വിവേകിനെ നോക്കി പരിഹാസത്തോടെ പിറുപിറുത്തു. ഈ അലവലാതി കാരണം മനുഷ്യനൊന്ന് സമാധാനമായി കിസ് ചെയ്യാനും സമ്മതിക്കില്ല. എപ്പോഴും ഓരോന്ന് തടസ്സമായി വന്നു നിന്നോളും. അഞ്ജലിയുടെ വാക്കുകൾ മാളവികയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. തൻ്റെ ചേച്ചിക്ക് തന്നെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വിവേകിനെക്കുറിച്ച് അവൾക്ക് വലിയ ബഹുമാനമായിരുന്നു. അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല. മാളവികയുടെ ആ നനഞ്ഞ കണ്ണുകളിലേക്ക് നോക്കാൻ വയ്യാതെ ഒരു വാക്കും ഉരിയാടാതെ വിവേക് തല താഴ്ത്തി വേഗം പുറത്തേക്ക് നടന്നു. നിശബ്ദമായ മുറിയിൽ അഞ്ജലിയുടെ രൂക്ഷമായ നോട്ടവും മാളവികയുടെ അടക്കി പിടിച്ചുള്ള തേങ്ങലുകളും മാത്രം ബാക്കിയായി. വിവേക് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അഞ്ജലിയുടെ മുഖത്തെ ഭാവം മാറി. അവൾ രോഷത്തോടെ മാളവികയുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. പേടിച്ചു വിറച്ചു നിന്ന മാളവികയുടെ കൈകൾ പിന്നിലേക്ക് തിരിച്ചു പിടിച്ച് അഞ്ജലി ആഞ്ഞു മുറുക്കി. വേദന കൊണ്ട് മാളവികയുടെ മുഖം ചുളിഞ്ഞുപോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ആ വീട് ചേച്ചി, വേദനിക്കുന്നു. മാളവിക ദയനീയമായി നിലവിളിച്ചു. എന്നാൽ അഞ്ജലി പിടിവിട്ടില്ല. അവളുടെ മുഖത്തിന് തൊട്ടടുത്തേക്ക് വന്ന് പല്ലു കടിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു, വേദനിക്കുന്നുണ്ടല്ലടി, വേദനിച്ചോടെ. ഇപ്പൊ കണ്ടതൊക്കെ നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, കേട്ടല്ലോ. ഇതിനെക്കുറിച്ച് അച്ഛനോടോ അനിയനോടോ ഒരക്ഷരം മിണ്ടിപ്പോയാൽ പിന്നെ നിന്നെ ഞാൻ എന്തു ചെയ്യുമെന്ന് നിനക്കറിയാലോ. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. അഞ്ജലിയുടെ ആ ഭീഷണി കേട്ട് മാളവികയുടെ ഉള്ളു പിടഞ്ഞു. തന്നെ സ്നേഹിക്കേണ്ട ചേച്ചിയിൽ നിന്നും ഇത്രയും ക്രൂരമായ വാക്കുകൾ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കൈകളിലെ വേദന സഹിക്കാനാവാതെ അവൾ വിതുമ്പിപ്പോയി. ഇനി നിന്റെ വായിൽ നിന്ന് ഈ കാര്യം പുറത്തു വരുമോ? അഞ്ജലി പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല ഇല്ല ചേച്ചി, ഞാൻ ആരോടും പറയില്ല, വിട്. മാളവിക വേദന കടിച്ചമർത്തിക്കൊണ്ട് സമ്മതം മൂളി. അവളുടെ ഉറപ്പ് കേട്ടതും അഞ്ജലി പുച്ഛത്തോടെ കൈവിട്ടു. ഒരു കൂസലവുമില്ലാതെ തൻ്റെ മുടി ഒതുക്കി വെച്ച് കണ്ണാടിയിൽ നോക്കി ഒന്ന് ചിരിച്ചവൾ പുറത്തേക്ക് നടന്നു. തകർന്നു പോയ മനസ്സുമായി മാളവിക ആ വാഷ്റൂമിൻ്റെ ഭിത്തിയിൽ ചാരി തളർന്നിരുന്നു. തൻ്റെ സ്വന്തം കുടുംബത്തിൽ താൻ ഇത്രയും ഒറ്റപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അവൾ തേങ്ങി കൊണ്ടേയിരുന്നു.